അതെന്ന് അവരുടെ ഉത്ഥാനത്തിന് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആരൊക്കെ പ്രയത്നിക്കുന്നുണ്ടോ അവരാരും ഒരു വ്യക്തിയല്ല, അവരൊരു സമൂഹമാണ്. ആ അർത്ഥത്തിൽ ഇവിടെ വൈറ്റ് ഗാർഡ് ഇന്ന് 3000-ഓളം ആളുകൾ ഇരിക്കുമ്പോൾ ഇത് 3000 വ്യക്തികളല്ല, ഇത് 3000 പ്രസ്ഥാനമാണ് ഈ കാണുന്ന വൈറ്റ് ഗാർഡ് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ചെയ്ത ദൗത്യം അതാണ്. മാറി 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 ഓരോ വിഷ്വൽസും കാണിക്കുമ്പോൾ ഒരു പക്ഷെ അതിൽ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാതെ പോയതുമുണ്ടാകാം. നിങ്ങളന്ന് കരഞ്ഞിരുന്നു, അന്ന് നിങ്ങൾ സ്തംഭിച്ചു നിന്നിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളുടെ കൈകൾ ഉയർത്തിവെച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ ദിവസങ്ങളിലേക്കൊന്ന് കടന്നു പോവുക, നമ്മുടെ മനസ്സിന് ആ ദിവസങ്ങളിലേക്കൊന്ന് പായിക്കുക. ധൈര്യപൂർവ്വം നിങ്ങൾ കടന്നു പോകുമ്പോഴും മനസ്സുകൾ പിടച്ചിരുന്നു. പാവം കടലാസ് പെൻസിൽ ഉപയോഗിച്ച് എഴുതിയിരുന്ന കുഞ്ഞു കൈകൾ ഓരോന്നായി നിങ്ങൾ പെറുക്കിയെടുത്തു. 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവുമൊക്കെ അത് നമ്മൾ മറന്നിട്ടില്ല. ഇന്നും ഒരു പക്ഷേ മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് അതേ പടിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടു. അന്നും നിങ്ങൾ ഒരുപാട് വിതുമ്പി. പാവം ഈ കുഞ്ഞിനെ ഒന്ന് തലോടാൻ കഴിയാതെ എങ്ങോ ഒലിച്ചുപോയ മാതാവിന്റെ അംശങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർത്തു വെച്ചു. പിന്നെയും നിങ്ങൾ ഒരുപാട് രംഗങ്ങൾ കണ്ടു. 2 കുഞ്ഞുങ്ങൾ കളിച്ചിരിക്കുന്നത്. വായനയിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടുവരട്ടെ. ആ കുഞ്ഞുങ്ങൾ കളിച്ചിരിക്കുമ്പോൾ അതിനെ ഒന്ന് മുത്തം കൊടുക്കാൻ അവരുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഇല്ല എന്നുള്ള ആ തിരിച്ചറിവുണ്ടല്ലോ, അവിടെയും നിങ്ങൾ വിതുമ്പി നിന്നു. ഒരുപാട് സങ്കടത്തിന്റെ കനൽപഥത്തിലൂടെയാണ് നിങ്ങൾ നടന്നു പോയത്. അവസാനം പറഞ്ഞ് പറഞ്ഞ് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, അങ്ങനെ ആ ഭാഷ ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ പോലും അതിന്റെ ആഴം ഇത്രത്തോളം അവിടെയുള്ള ജനം പറയാൻ തുടങ്ങി. ഒരുപക്ഷെ വൈറ്റ് ഗാർഡുകാർ, ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നഈം വന്നുകൊണ്ട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. നഈമിന്റെ 2 അവിടുത്തെ സ്ഥാപനങ്ങളും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അന്നേ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മെസ്സേജ് അയച്ചിരുന്നു. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും മയ്യത്ത് നിസ്കാരം കാണുന്നത് സാധാരണ ഹറമിലൊക്കെയാണ് ഓരോ വക്തിലും നമ്മൾ കാണുക. പക്ഷേ 10 മിനിറ്റ് കഴിയുമ്പോൾ മയ്യത്ത് നിസ്കരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് എന്ന് യൂത്ത് ലീഗുകാർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. പക്ഷെ അത് നിറക്കണ്ണുകളോടെ കണ്ടവർ നിങ്ങളാണ്. നിങ്ങളവിടെ ഒരുപാട് ഓടിച്ചാടി നടന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ ഏതിൽ വെച്ചിട്ടാണ് നിങ്ങൾ ആദരിക്കുന്നത്? ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആ പാവം കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും കരച്ചിലുകൾ? ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ അവിടെയുള്ള ഓരോ പാവപ്പെട്ട ഉമ്മമാരുടെയും ആർത്തനാദങ്ങൾ? ഓർമ്മയില്ലേ നിങ്ങൾക്ക് അവിടെയുള്ള ഓരോ പിതാമഹന്മാരും വെങ്ങിപ്പൊട്ടി വൈറ്റ് ഗാർഡിന്റെ ആളുകൾ കയറിൽ തൂങ്ങി പോകുന്നത് കണ്ട് തന്റെ പേരക്കിടാവിനെ ഇപ്പോൾ അവർ തിരിച്ചു കൊണ്ടുവരുമെന്ന വല്ലാത്തൊരു മോഹത്താൽ കണ്ടുനിന്ന പ്രിയപ്പെട്ട ഉപ്പാപ്പമാരെയും പ്രിയപ്പെട്ട അച്ഛന്മാരെയും അച്ഛച്ചന്മാരെയും നിങ്ങൾ കണ്ടത് ഓർമ്മയില്ല? നിങ്ങൾ എന്തൊക്കെ വികാര നിർഭരമായ രംഗങ്ങളാണ് അവിടെ കഴിഞ്ഞുപോയത്. എല്ലാറ്റിനും നിങ്ങൾ സാക്ഷിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു പ്രസ്ഥാനമായി നിൽക്കുമ്പോൾ ഇന്ന് പ്രചോദനമല്ല, കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകാം. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും തോന്നരുത് ഇതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണെങ്കിൽ. പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത്, അതതിന്റെ സെക്കൻഡറിയാണ്. നമ്മൾ ഈ ചെയ്തതെല്ലാം ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ ഏകനായ അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു. ആളുകൾക്കൊരു പക്ഷേ ഡ്രസ് കോഡുകൾ മാറ്റിവരാം, അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കാം. പക്ഷെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഒരിക്കലും പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ആ ചളിക്കുണ്ടിലൂടെ നടന്നു നീങ്ങിയത്. പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഓരോരുത്തരുടെയും കബന്ധങ്ങളെ മണ്ണിനടിയിൽ നിന്ന് പൊക്കിയത്. ദുർഗന്ധമെന്തെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അത് വമിക്കുന്നത് പോലും കണക്കാക്കാതെ, അതിനെ ഒന്ന് അറച്ചുപോലും നിൽക്കാതെ ആ മയ്യത്തിന്റെ ഓരോ അംശങ്ങളെയും കൊണ്ട് നടന്നു നീങ്ങിയത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു. ഓരോ മുസൽമാനും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരൻ, വ്യത്യസ്ത മതക്കാരും ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. നിസ്വാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്, ഇനിയും ചെയ്യേണ്ടത്.